അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമില്ല, ഒരു വിൻഡോസ് പി സിയും ഒരു ആൻഡ്രോയിഡ് ഫോൺ അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ഡിവൈസും നമുക്ക് വയർലെസ്ലി എങ്ങനെ കണക്ട് ചെയ്യാം നമ്മളൊരു വിൻഡോസ് പി സിയിൽ എന്നുള്ളതാണ്. വയർലെസ്ലി കണക്ട് ചെയ്യാൻ മീൻസ് നമുക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാം, സ്ക്രീൻ ഷെയർ ചെയ്യാം എന്നൊക്കെയുള്ള സംഭവമാണ്. അതിന് പ്രത്യേകിച്ച് നമുക്ക് വലിയ പണികളൊന്നുമില്ല. നമുക്കൊരു വിൻഡോസ് പി സി വേണം, ഒരു ആൻഡ്രോയിഡ് ഫോൺ വേണം. പോയിട്ട് നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ സ്റ്റോറിൽ കയറിയിട്ട് ഫോൺ ലിങ്ക് എന്നൊരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഫ്രീ ആപ്പാണ്. അതേപോലെ തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിലും ലിങ്ക് ടു വിൻഡോസ് എന്ന ആപ്പുണ്ട്. ഇത് രണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുക. ഈ നമ്മളെ സെയിം അക്കൗണ്ട് വെച്ച് രണ്ടിലും ലോഗിൻ ചെയ്യേണ്ട. ഔട്ട്ലുക്ക് അക്കൗണ്ട് ഉണ്ട്, ഔട്ട്ലുക്ക് അക്കൗണ്ട് വെച്ച് രണ്ടിലും ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുക. അങ്ങനെ ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മളെ ലാപ്പിലെ വൈഫൈ, വീട്ടിലെ വൈഫൈ രണ്ട് ഡിവൈസും ഒരു വൈഫൈയിൽ കണക്ട് ചെയ്തിരുന്നാൽ മാത്രം മതി. വളരെ തലപോണ കേസൊന്നുമല്ല, വളരെ സിമ്പിൾ പരിപാടിയാണ്. അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വിൻഡോസ് നമ്മൾ ഓപ്പൺ കൊടുക്കുക. ഇത് നമ്മളിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്താൽ മതി. നമ്മൾ ഫോണിൽ ഓപ്പൺ കൊടുക്കണ്ട. നമ്മൾ ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വരും. അതായത് ഇതാണ് നമ്മുടെ സ്ക്രീന്. ഇതിനകത്ത് നമ്മൾ സൈഡ് നോട്ടിഫിക്കേഷൻ കാണിക്കും. ഫോണിൻ്റെ ഡിവൈസ് സെയിം വാൾപേപ്പറാണ്, അത് ഉൾപ്പെടെ നമുക്ക് കാണിക്കും. പോയിട്ട് നമ്മൾ റീസെൻ്റായിട്ട് ആക്സസ് ചെയ്ത ആപ്പ്, ബാക്കി കാര്യങ്ങൾ എല്ലാം ഇതുപോലെ ഇതിനകത്ത് കാണിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇപ്പോൾ ഫയൽ എങ്ങനെ ട്രാൻസ്ഫർ എന്ന് കാണിച്ചത് സിമ്പിളായിട്ട്. ഓൾറെഡി ഞാൻ ഇതിനകത്ത് 1-2 ഫയൽ ട്രാൻസ്ഫർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യാമേ, വെയിറ്റ്. ഇപ്പം ഇത് നമ്മളെ വിൻഡോസിൻ്റെ ഫോൾഡറാണ്. പോയിട്ട് നമുക്ക് ഇവിടെ നമ്മളെ ഫോൺ ലിങ്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മളെ മൈ ഫയൽസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫോണിലെ മൈ ഫയൽസ് വരും. ഫോൺ അൺലോക്ക് ആയിരിക്കണം എന്നുള്ളത് മൈ ഫയൽസ് വരും. ഇതാണ് നമ്മളെ ഫോൺ. നമ്മൾ എങ്ങനെയാണോ സ്ക്രീൻ കാണുന്നത്, ഫോണിൻ്റെ സ്ക്രീൻ അതേപോലെ ഇവിടെ മിറർ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് ഇവിടെ ഫുൾ സ്ക്രീൻ ആക്കാം. ഫുൾ സ്ക്രീൻ ആക്കിയതിന് ശേഷം നമ്മളെ വിൻഡോസ് ഫയൽ മാനേജർ എടുത്തതിന് ശേഷം അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ ഫോൾഡറിനകത്തോട്ട് എനിക്കൊരു വീഡിയോ കോപ്പി തരണം എന്നുള്ളതാണ്. നമ്മൾ ഇൻ്റർനെറ്റ് സ്റ്റോറിൽ പോവുക, നമ്മളെ ക്യാമറ DCME നമ്മളെ ക്യാമറ എടുക്കുക. ക്യാമറ എടുത്തതിന് ശേഷം അതിനകത്ത് എനിക്ക് ഈ ഒരു ഫയൽ 114 MB ഉണ്ട്. ഈ ഫയൽ കോപ്പി ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്നുള്ള രീതിയിലാണ് വളരെ ഈസി ആയിട്ട് കോപ്പി ചെയ്തിടാം. പക്ഷേ ഇതിപ്പോൾ നിങ്ങളിപ്പോൾ നോക്കിയാൽ അറിയാം, 113 MB കോപ്പി ചെയ്യാനായിട്ട് ഒരു 6-7 സെക്കൻഡ് മാത്രമാണ് സമയം എടുക്കുന്നത്. അത്ര സിമ്പിളായിട്ട് അത് കോപ്പി ചെയ്യാനുണ്ട്. പക്ഷേ ഇതിനകത്ത് വേറൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫയൽ തിരിച്ച് ഇതിനകത്തോട്ട് കോപ്പി ചെയ്യാൻ ചില സമയത്ത് പറ്റില്ല. ചില സമയത്ത് വിൻഡോസ് എറർ കാണിക്കും എന്നുള്ളതാണ് അതിനകത്തൊരു കുഴപ്പം. പക്ഷേ നമുക്ക് തിരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഫയൽ വളരെ ഈസി ആയിട്ട് കോപ്പി ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ജസ്റ്റ് അതെന്ന് പറഞ്ഞ ഫയൽ കൊണ്ട് കോപ്പി ചെയ്ത് നോക്കാം. ഡൗൺലോഡ്സിനകത്ത് കോപ്പി ചെയ്ത് നോക്കാം. ഓക്കെ, ഫയൽ ട്രാൻസ്ഫർ ആയിട്ടുണ്ട് കേട്ടോ. അത് ചില സമയത്ത് ഈ ബഗ്ഗാണ് അത് കോപ്പി ആവാത്തത്. ഓക്കെ, അത് കോപ്പി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതിനകത്ത് നമുക്ക് ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ട്രയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫയൽ നെയിം, ഫോൾഡർ നെയിം കൊടുത്ത് ട്രയൽ എവിടെ, ട്രയൽ. ഓക്കെ, നമുക്ക് ഇനി ഇതിനകത്ത് ഇത്രയും ഫയൽ കോപ്പി ചെയ്തിട്ട് നോക്കാം. ഇത്രയും ഫയലും അതിനകത്ത് വളരെ സിമ്പിളായിട്ട് കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് ആൻഡ്രോയിഡിൽ ബഗ്ഗൊക്കെ ഉണ്ട്, സ്വാഭാവികം, ആസ് യൂഷ്വൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരും. നമുക്ക് ഫയൽ വളരെ ഈസി ആയിട്ട് ഇത്ര സിമ്പിളായിട്ട് നമുക്ക് കോപ്പി ചെയ്യാം. നമുക്ക് വലിയൊരു ലാർജ് ഫയലിനകത്ത് നോക്കാം. കുറച്ച് സൈസുള്ള ഏതെങ്കിലും വീഡിയോ ഉണ്ടാവും അവിടെ. ഇത് 150 MB ഉണ്ട്. അതിൻ്റെ താഴെ ഒരു വീഡിയോ ഉണ്ട്. ഈ 2 വീഡിയോ കൂടെ നമ്മൾ സെലക്ട് ചെയ്താൽ നമ്മൾ കോപ്പി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അറൗണ്ട് ഒരു 180 MB വരും. ഈ 2 ഫയൽ നമ്മൾ ഇതിനകത്ത് കോപ്പി ചെയ്യണം. ഇവിടെ 1 of 2 ഫയൽസ് കോപ്പി ചെയ്തിട്ട് കോപ്പി ചെയ്യുന്ന സ്പീഡ് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ പറഞ്ഞതിന് മുമ്പ് തന്നെ ഒരു 50 MB, 60 MB, 100 MB അടുപ്പിച്ച് ആവാറായി. ദയവ് 100 MB ആയിട്ടുണ്ട്. അത്രയും വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇതിൽ ട്രാൻസ്ഫർ ആവുന്നത്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് വെറുതെ USB കേബിൾ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത്ര സിമ്പിളായിട്ട് ഇതിനകത്ത് കോപ്പി ആവും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ യൂസ്. നമ്മൾ ഈ സാധനങ്ങൾ മിനിമൈസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മളെ ടാസ്ക് ബാറിൽ തന്നെ പോയി മിനിമൈസ് ആയി കിടക്കും. പിന്നെ നമുക്ക് ഇതിനകത്ത് ഗാലറി ഓപ്പൺ ചെയ്യണം, ഗാലറി ഓപ്പൺ ചെയ്യാം. ഗാലറി ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം. എല്ലാം ഇതേപോലെ വരും. നമ്മളെ ഗാലറി എല്ലാം ഇതിനകത്ത് വരും എന്നുള്ളതാണ്. ഇതിനകത്തുനിന്ന് നമുക്ക് വേണമെങ്കിൽ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തുനിന്ന് ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ട്രാൻസ്ഫർ ചെയ്യണം. ഗാലറിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഫയൽസിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷെ നമുക്ക് ഇതിനകത്തുനിന്ന് വേണമെങ്കിൽ ഗാലറിയിലോട്ട് ഒരു ഫയൽ കൊണ്ടിടാൻ പറ്റും. പക്ഷേ അതിൻ്റെ ട്രാൻസ്ഫറിങ് ഇവിടെ കാണിക്കില്ല. പക്ഷേ ഇതിനകത്തോട്ട് പോകും. ഇവിടെ വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ അത്ര സിമ്പിളായിട്ട് പരിപാടി നടക്കും.
ഇത് നമുക്കിവിടെ വേണ്ടാന്നുള്ള ഇവിടെ മിനിമൈസ് ചെയ്താൽ പോയിട്ട് ബാക്കിയെല്ലാം നമുക്ക് എന്തുവേണം, നമുക്ക് ഇതിനകത്ത് സെറ്റിങ്സ് വേണമെങ്കിൽ എന്തുവേണം നമുക്ക് ഇതിനകത്ത് ആക്സസ് ചെയ്യാം. ഒരു ആപ്പ് ആക്സസ് ചെയ്യാം. നമ്മളെ ഫോണിലെ സെറ്റിങ്സ് ആണെങ്കിൽ ഫോണിലെ സെറ്റിങ്സ് ആക്സസ് ചെയ്യാം. അങ്ങനെയുള്ള പരിപാടികളെല്ലാം നമുക്ക് ഇതിനകത്ത് നടക്കും. മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫർ ആണ്. നമുക്ക് ഇതിനകത്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിടാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉപകാരം എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള ഏത് ആപ്പ് ഇതിനകത്ത് ആക്സസ് ചെയ്യാൻ പറ്റും. ആപ്പെല്ലാം ഇതിനകത്ത് ഇതേപോലെ തന്നെ കാണിക്കും. പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സോണി ലിവ് ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഫുൾ സ്ക്രീനിലൊന്നും കാണാൻ പറ്റില്ല. ഈ ഒരു സ്ക്രീൻ സൈസ് അതിനകത്തുള്ളൂ. ഇത് ഫുൾ സ്ക്രീൻ ആക്കണ പരിപാടിയില്ല. ഈ ഒരു സ്ക്രീൻ സൈസിൽ മാത്രമേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ, അല്ലാതെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മൾ ക്ലോസ് ചെയ്യാത്തടത്തോളം കാലം നമ്മൾ എടുക്കുന്ന ഫയലെല്ലാം ഇവിടെ തന്നെ വന്ന് കിടക്കും. നമുക്ക് സ്റ്റോറേജെല്ലാം എല്ലാം ആക്സസ് ചെയ്യും. ഇൻറ്റർണൽ സ്റ്റോറേജ്, SD കാർഡ് എല്ലാം ആക്സസ് ചെയ്യാം. നമ്മൾ ഗൂഗിൾ ഡ്രൈവ് വേണമെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലെ ഫയൽ വരെ നമുക്ക് ഇതേപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം. തിരിച്ച് അതേപോലെ വൺ ഡ്രൈവ് നോക്കിക്കൊണ്ട് വൺ ഡ്രൈവിൽ നിന്ന് നമുക്ക് ഇതേപോലെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. എല്ലാ ഫയലും നമുക്ക് വയർലെസ്ലി ട്രാൻസ്ഫർ ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഞാനത് ഒരു 2-3 വർഷം കൊണ്ട് ഇങ്ങനെയാണ് ഫയൽ ട്രാൻസ്ഫർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് USB കേബിൾ ഈ അടുത്ത കാലത്തൊന്നും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടില്ല ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കണം. ലാപ്പിലും വിൻഡോസിലും എല്ലാം ഈസി ആയിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് തന്നെയാണ് ഇന്നത്തെ വീഡിയോ. ഒരു ഷോർട്ട് വീഡിയോ ആണ്. ഒരു 4-5 മിനിറ്റിൽ ഒതുക്കണമെന്ന് വിചാരിച്ച്. പിന്നെ ഇപ്പോൾ ഒരു 8 മിനിറ്റ് അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ. നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ബൈ. നമ്മളെ സിസ്റ്റം ക്ലോസ് ചെയ്യണം. ടാറ്റ.